പുരസ്കാരം ലഭിച്ചതിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്നാണ് സാറ ജോസഫ് പറയുന്നത്. പ്രതികരണത്തിലേക്ക്. എഴുത്തുകാരി എന്നുള്ള നിലയിൽ മാതൃഭൂമിയുടെ ഈ ഒരു ഉന്നതമായ ബഹുമതി ലഭിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്, അഭിമാനമുള്ള കാര്യമാണ്. കാരണം നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ഏത് മലയാളി എഴുത്തുകാരെയും പോലെ ഏറ്റവും വലിയ ആഗ്രഹം മാതൃഭൂമിയിലൊരു കഥ വരിക എന്നുള്ളതായിരുന്നു. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ആദ്യത്തെ കഥ അച്ചടിച്ചു വന്നത് മാതൃഭൂമിയിലായിരുന്നില്ല. മാതൃഭൂമിക്ക് ഞാൻ അയച്ചു കൊടുത്ത ആദ്യത്തെ 2 കഥകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു വന്നുമില്ല. പക്ഷേ മൂന്നാമത് ഞാൻ അയച്ചു കൊടുത്ത കഥ മാതൃഭൂമിയിൽ വരുന്നു. പിന്നീട് ഒരു കഥ പോലും മാതൃഭൂമിയിൽ നിന്ന് മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തിട്ട് പ്രസിദ്ധീകരിക്കപ്പെടാതിരുന്നിട്ടില്ല. ഈ അവസരത്തിൽ ഞാൻ ഒരുപക്ഷെ മാതൃഭൂമി പത്രത്തിൽ ശ്രേയാംസ് കുമാറിൻ്റെ അച്ഛൻ വീരേന്ദ്രകുമാർ സാറിനെ വളരെ ആദരപൂർവ്വം ഓർക്കുകയാണ്. അത് എഴുത്തുമായിട്ടോ സാഹിത്യവുമായിട്ടോ ഒന്നും ബന്ധപ്പെട്ടുകൊണ്ടല്ല. ഇവിടെ നടന്നിട്ടുള്ള പല പരിസ്ഥിതി സമരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാനും പങ്കെടുത്തിട്ടുള്ള ഓർമ്മകളിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാതൃഭൂമിയുടെ ഈ ഒരു പുരസ്കാരം ലഭിച്ചു എന്നുള്ളത് അഭിമാനമായ സംഗതിയായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അത് എഴുത്തിൻ്റെയും ഒപ്പം തന്നെ മാതൃഭൂമി നടത്തുന്ന സമാന്തര പ്രവർത്തനങ്ങളുടെയും ഒരു വലിയ കരുത്ത് ഞാനും കൂടി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മുന്നോട്ടുള്ള ചൈത്രയാത്രയ്ക്ക് ഇത് കൂടുതൽ ഗുണകരമാവില്ലേ? തീർച്ചയായിട്ടും വളരെ ഗുണകരമായിരിക്കും. ഇനിയും എഴുതാനുള്ള ഊർജം എന്നിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബഹുമതി വളരെ സന്തോഷപൂർവ്വം എന്നെ നയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മധു തുടരുന്നുണ്ട്. മധു, എന്ത് രസമാണ് ടീച്ചർ സംസാരിക്കുന്നത് കേട്ട് നിൽക്കാൻ പോലും. ഇത്രയും വലിയൊരു പുരസ്കാരം നേടിയെത്തുമ്പോൾ പോലും എത്ര എളിമയോടുകൂടിയാണ്, സവിനയമാണ് അവർ സംസാരിക്കുന്നത്. സന്തോഷം നൽകുന്ന വാക്കുകളാണ്. ഈ അടുത്ത് അവരുടെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, പണ്ട് സാഹിത്യ ലോകത്ത് അവർ കവിയായാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഒരിക്കലും ഒരു കവി അരങ്ങിൽ ചുള്ളിക്കാടിനൊപ്പം പങ്കെടുക്കുന്നു. അപ്പം ചുള്ളിക്കാട് ഒരു കവിത ചൊല്ലുമ്പോഴാണ് ഞാൻ ഇത്രയും കാലം എഴുതിയതൊന്നും കവിതയല്ല എന്നൊരു തിരിച്ചറിവുണ്ടായി. ഇനി ഞാൻ കവിത എഴുതുന്നില്ല, ഇനി ഞാൻ കഥയെ എഴുതുന്നുള്ളൂ. അങ്ങനെയാണ് കഥയെഴുത്തിലേക്ക് സാറ ജോസഫ് എത്തുന്നത്. അതിനുശേഷം നമ്മൾ വായിച്ച എത്ര വലിയ കഥകളാണ്. അതെ, ടീച്ചർ ഇപ്പോൾ തൃശ്ശൂർ സാറ ജോസഫിന്റെ ലോകം എന്ന ടീച്ചറുടെ ആരാധകരും വായനക്കാരും സഹപ്രവർത്തകരും ഒക്കെ ചേർന്ന് സംഘടിപ്പിക്കുന്ന ചടങ്ങിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ തീർച്ചയായും തൃശ്ശൂരിലുണ്ടെങ്കിൽ ഞാനതിൽ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ ടീച്ചർ പറഞ്ഞ കാര്യമുണ്ട്. ടീച്ചർ ആദ്യം കവിത എഴുതി തുടങ്ങുമ്പോഴും കഥയായി ടീച്ചറുടെ കാർത്തിക എന്ന പേരിലാണ് ടീച്ചർ അന്ന് കഥ എഴുതി തുടങ്ങിയത്. പക്ഷേ ടീച്ചർ സാറ ജോസഫ് എന്ന പേരിൽ എഴുതി അയച്ച ആദ്യത്തെ കഥ ബക്ഷീഷ് എന്ന കഥയായിരുന്നു. അത് MT വാസുദേവൻ നായരാണ് അന്ന് ആ കഥ തിരഞ്ഞെടുത്തത്. പിന്നീട് ടീച്ചർ പറഞ്ഞ പോലെ ഒരിക്കലും ആ ടീച്ചറുടെ കഥകൾ മാതൃഭൂമി നിരസിച്ചിട്ടുമില്ല. എന്നും മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്നു. പക്ഷേ പ്രധാനപ്പെട്ട ടീച്ചർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാഷയിൽ ടീച്ചർ നടത്തിയ നവീകരണം. അവളവളുടെ എഴുത്ത് എന്നൊന്ന് വേണം, അവനവൻ്റെ എഴുത്ത് പോരാ, അവളവളുടെ എഴുത്ത് വേണം എന്ന് മലയാളത്തോട് പറഞ്ഞു തന്നത് ടീച്ചറാണ്. ടീച്ചർ ഈ ജൂറി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ദന്തഗോപുരങ്ങളിൽ നിന്ന് സന്ദിഗ്ധ ഘട്ടങ്ങളിൽ ഇറങ്ങി വന്ന് കലാപാഹ്വാനം നടത്താൻ സമൂഹത്തിൽ ഇടപെടാൻ എഴുത്തുകാർക്ക് കഴിയണമെന്ന് ഈ അധ്യാപിക പറഞ്ഞു വയ്ക്കുന്നുവെന്ന്. തീർച്ചയായും ടീച്ചർ MP വീരേന്ദ്രകുമാറിനൊപ്പം ടീച്ചർ ഉദ്ദേശിച്ചത് തീർച്ചയായും പ്ലാച്ചിമട സമരമാണ്. അതിന് മുൻപും ശേഷവും എനിക്ക് ഓർമ്മയുണ്ട്, ചക്കുംകണ്ടവും ലാലൂരും പ്ലാച്ചിമടയും അടക്കം ഇങ്ങേയറ്റത്ത് ആശാസമരം അടക്കമുള്ള ഘട്ടങ്ങളിലെല്ലാം ടീച്ചർ ഒരു ആക്ടിവിസ്റ്റ് എന്ന വിധത്തിൽ ശക്തമായി ഇടപെടുന്നു. അത് പട്ടാമ്പി കോളേജിൽ മാനുഷി എന്ന സംഘടന രൂപപ്പെടുത്തി പിന്നീട് കടന്നു വന്ന ഫെമിനിസ്റ്റ് ഇടപെടലുകളുടെ തുടർച്ച ടീച്ചർ സമൂഹത്തിൽ മാത്രമല്ല ഭാഷയിലും നമ്മെ ഓരോരുത്തരെയും നവീകരിക്കാൻ ടീച്ചർ നടത്തിയ ആ സക്രിയമായ ഇടപെടലിന്റെ സാർത്ഥകമായ ഒരു ആനന്ദമാണ് ഈ സമ്മാനം. ഈ വിഷയങ്ങളിലും ടീച്ചറുടെ ഭാഗത്തു നിന്നുള്ള അത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മൾ കാണാറുണ്ട്. ഏറ്റവും ഒടുവിലായി എമ്പുരാൻ വിഷയം വന്നപ്പോൾ പോലും ടീച്ചർ അതിൽ പ്രതികരിച്ച് ഒരു ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റ് പോലും നമ്മൾ കണ്ടതാണ്. എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടുന്ന ഒരു ഫെമിനിസ്റ്റ് എന്ന രീതിയിൽ കൂടിയാണ് ടീച്ചർ അറിയപ്പെടുന്നത്.